ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കസാക്കിസ്ഥാൻ അൽമാട്ടിയിലെ ഗ്രീൻ ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റാണ്. മാർക്കറ്റിൽ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വീഡിയോസും വിശേഷങ്ങളുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ മാർക്കറ്റ് എന്ന് പറയുന്നത് കസാക്കിസ്ഥാനിലെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാം വാങ്ങാൻ കിട്ടും. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും. ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് എന്തായാലും അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ തന്നെ അവർ നമ്മളിങ്ങനെ വിളിച്ച് നമുക്ക് ഓരോന്നും ട്രൈ ചെയ്യാനും സാമ്പിൾസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങണമോ, നമ്മളിങ്ങനെ എല്ലാം കറങ്ങി നടന്ന് നോക്കി വാങ്ങണം. കാരണം ആദ്യം കാണുന്നിടത്തു നിന്ന് തന്നെ നമ്മൾ വാങ്ങാൻ പാടില്ലല്ലോ. പക്ഷേ അവർ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഇന്ത്യക്കാരായതുകൊണ്ട് കുറേ ഇങ്ങനെ സംസാരിക്കും നമ്മളോട്. ഇന്ത്യയിലെ ഹിന്ദി സംസാരിക്കും, ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സിനെ പറ്റി സംസാരിക്കും. അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അപ്പം നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടത് വാങ്ങാൻ നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ട്രൈ ഒക്കെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞങ്ങൾ വാങ്ങി. അപ്പോൾ ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ ഗ്രീൻ ബസാറിൽ ഞങ്ങൾ ഷോപ്പിംഗ്, അതായത് ഞങ്ങൾ ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളതും ഞങ്ങൾ എന്തൊക്കെ ഗ്രീൻ മാർക്കറ്റിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണെന്നും ഒക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. My name, Lavanya. Yeah. Lavinia, welcome to Kazakhstan. Thank you. Lavinia. Your name? Ahmed. Ahmed. My name is Ahmed. Hi. Pleased to meet you. Pleased to meet you. It's okay. Thank you. Pizza price. You please. What is this? Pistachio. You, this is my business. Yeah. You friend, come. You my business. Okay. Insaf, Meri Zindagi. Meri Zindagi. Insaf. Insaf. Insaf, Meri Zindagi. Okay. Same business. Same. Okay. Man different, in different. Okay. Business, man business. Welcome. Father. Okay. പിന്നെ ഈ വീഡിയോയിൽ ഫുള്ള് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഒക്കെയുള്ള ഞങ്ങളുടെ ആ എക്സൈറ്റ്മെൻറ്റ്, ആ വോയിസ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഓരോ സെക്ഷൻ ഓരോന്നായിട്ട്, അതായത് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, അങ്ങനെ ഡ്രൈ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ നല്ല ഓർഗനൈസ്ഡും നല്ല ക്ലീനും ആയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. ഇതിപ്പോൾ ചിലപ്പോൾ കുരുമുളകൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുന്നതാവും, പറയാൻ പറ്റില്ല. നല്ല സ്പൈസസ് ഒക്കെ ഉണ്ട്, ചില്ലിയും. നമ്മൾ അവിടെ നിന്ന് കുറച്ച് പേട പോലത്തെ ഒരു ചോക്ലേറ്റും മേടിച്ചു, ഹേസൽനട്ടും മേടിച്ചു. ഹേസൽനട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് ഉപ്പിലൊക്കെ ഇട്ട് ബോട്ടിൽ ഗാർഡ്. അമ്പോ ജിഞ്ചർ നോക്ക്. ഗ്രേപ്പ് ഫ്രൂട്ട്. എൻ്റെ അമ്മേ, പോമഗ്രാനേറ്റ് നോക്ക്. ചില്ലി നോക്ക്, ചില്ലി നോക്ക്. നോക്ക്, ദേ മഷ്റൂം. തുള്ളി നോക്ക്, ജിഞ്ചറാണ്. അമ്മേ, ഇതൊക്കെ അടിപൊളി. ദേ ഗാർലിക്, ക്യാരറ്റ്, ടൊമാറ്റോ. ഹായ്. അത് മീറ്റിൻ്റെ സെക്ഷനാണ് തോന്നുന്നു. ഇതേ മൈക്രോ ഗ്രീൻസ്. ഫ്രൂട്ടിൻ്റെ സെക്ഷൻ വന്നു കേട്ടോ. എൻ്റെ പൊന്നോ, എടാ അത് മാങ്ങയല്ലേ. എൻ്റെ അമ്മ, പോമഗ്രാനേറ്റ് നോക്ക്. ഇതിൻ്റെ വലിപ്പം കണ്ടോ? ആക്ച്വലി pomegranate, how much? 3,000. Осторожно. How much tenge? 3,000. 3,000. 3,000 kilo.
kg? 2,500. Okay. Oh. The 3,000. 2,500. ഇത് ഫിഷ്, സാൽമൺ. ഇതെല്ലാം ഫ്രോസൺ ഫിഷസ് ആണ് വരുന്നത്. ഓ, ഫിഷിൻ്റെ മുട്ട. ഓ, ഇത് മറ്റേ ഫ്രൂട്ടിൻ്റെ ഇതാ. ക്യാൻഡി പോലെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഇതാക്കിയിട്ട്. ഇവിടെ ഫ്രഷ് ജ്യൂസ് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ഓ, ഫുൾ ആപ്പിളാണ്. പല ടൈപ്പ് ആപ്പിൾസ്. പേർ. നമ്മുടെ ചേനയാണെന്ന് തോന്നുന്നു. ചേനയാണോ? ചേനയല്ല. ഫുള്ള് സ്വീറ്റാണെന്ന് തോന്നുന്നു ഇതൊക്കെ. ഇതുപോലത്തെ ഒരു സാധനമാണ് നമ്മൾ വാങ്ങിയത്. ഇതുപോലത്തെ ഒരു സാധനം. ഇത് ഫ്രൂട്ട് ജ്യൂസ്. ഇവരിവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കൊടുക്കുക. ഓ, മൾബറി ഒക്കെയാണെന്ന് തോന്നുന്നു. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ പിന്നെ എത്തി. റാസ്ബെറി. ഡ്രൈഡ്. സ്ട്രോബെറി. അത് റാസ്ബെറി. ഓക്കെ, നമുക്ക് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കണം. എന്താ ഭംഗിയില്ലേ. ഓറഞ്ച് ഉണ്ട്. അത് ക്രാൻബെറി പൗഡർ. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങാൻ ഇങ്ങനെ ഭയങ്കര ടെൻഡൻസി വരും. ഇത് ഡ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ബേസിൽ അങ്ങനത്തെ ലീവ്സ് ഒക്കെ ഉള്ള ഡ്രൈഡ്. കൂണൊക്കെ ഉണ്ട്. അത് മഷ്റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രൈ മഷ്റൂംസ്. ഓറഞ്ചിന് 2,500 ടെങ്കെ. 2,000. ഇതെന്ന് പറയുന്നത് ഡ്രൈ ഫ്ലവേഴ്സിൻ്റെയും എസെൻഷ്യൽ ഓയിൽസിൻ്റെയും ഒക്കെ ഒരു സെക്ഷനായിരുന്നു. ഇവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു. ഞങ്ങൾ അതിന് ആ സൈഡിൽ കൂടി പോകുമ്പോൾ തന്നെ നല്ല സൂത്തിങ് ആയിട്ടുള്ള നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ടഷ്കൻ ടീ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളും ഡ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് വാങ്ങണമെന്ന് വെച്ചതാണ്. പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ പിന്നീട് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ എസെൻഷ്യൽ ഓയിലിലൊക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ. വാവ്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്രഷ് ഫ്ലവർ ആട്ടോ. ഒറിജിനൽ. അതെ, ഇതൊക്കെ നോക്ക്, എല്ലാം ഒറിജിനലോ. ഇതേ സക്കുലൻ്റ് ഉണ്ടല്ലോ, ക്യാക്ടസ് ഒക്കെ ഉണ്ടല്ലോ, CC പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, റബ്ബർ പ്ലാന്റ്. 6,000 ടെങ്കെ റബ്ബർ പ്ലാന്റിന്. അതെ. ഓ, ഇത് നോക്ക് രാഹുൽ, 10,000 ടെങ്കെ. അതേ നോക്ക്, ഒറിജിനലോ. ഇത് നമ്മുടെ ഇത് ജെയ്ഡ് പ്ലാന്റ്, ടേബിൾ പാം. അവനെ പിടിച്ചോട്ടാ. ഓർക്കിഡിനൊക്കെ നമുക്ക് 7,500 ടെങ്കയൊക്കെ വരുന്നത്. കൂടുതലാ. ഓ, വാവ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒറിജിനലാ, എല്ലാം ഒറിജിനലാടാ. പോർക്ക് മീറ്റാണ്. പോർക്കൊക്കെ അതെ, പോർക്കിനെ കട്ട് ചെയ്ത് അങ്ങനെ തലയൊക്കെ അവിടെ വെച്ചേക്കുക. മീറ്റൊക്കെ ഉണ്ട്. ഇത് മീറ്റിൻ്റെ സെക്ഷൻ വന്നു. മീറ്റിൻ്റെ സെക്ഷൻ അതായത് പോർക്കിനുള്ള സെക്ഷൻ. അവിടെ ലൈവ് ഫിഷൊക്കെ വെച്ചേക്കുക. പിന്നെ ഇവിടെ ചിക്കൻ്റെ സെക്ഷനാണ്. ചിക്കൻ, എഗ്ഗ്, അങ്ങനെ. നമ്മൾ ഈ മീറ്റിൻ്റെ സെക്ഷനിലോട്ട് കയറിയെങ്കിൽ പോലും നമുക്കൊരു സ്മെല്ലോ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ ഒട്ടും സ്മെല്ലൊന്നുമില്ല, പ്ലസൻ്റാണ്. This
ഇത് ഹോഴ്സ് മീറ്റ് എത്തി. ഹോഴ്സിൻ്റെ അവനാർക്കൊക്കെയോ ടാറ്റോ എടുക്കുന്നുണ്ട്. റിബും സോസേജ് ആണെന്ന് തോന്നുന്നു. ഹോഴ്സ് സോസേജ്. ശരിക്കും ഒട്ടും സ്മെല്ലോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല. ആക്ച്വലി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും ലേഡീസാണ് സ്റ്റോളിൽ നിൽക്കുന്നത്. ജെൻസ് വളരെ കുറവാണ്. എല്ലാ സ്റ്റോളിലും മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറിലും ലേഡീസാണ് നിൽക്കുന്നത്. ഇത് ഹോഴ്സിൻ്റെ ലിവറാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും മീറ്റിൻ്റെയും സെക്ഷൻ കഴിഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോവുക. ജാക്കറ്റൊക്കെ കൊള്ളാലോ. ഫുള്ള് ഡ്രസ്സിൻ്റെയും ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. പക്ഷെ ഇവിടേക്ക് നമുക്ക് ട്രൈ ചെയ്തിട്ട് വാങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ സൈസിന്. പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് മെലിഞ്ഞ ഇതാണല്ലോ, അപ്പോൾ അവരുടെ സൈസായിരിക്കും. നമ്മൾ വല്ല XXL XL ഒക്കെ എടുത്താലേ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് വാങ്ങാൻ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കത് സ്വെറ്റ് ഷർട്ട് ഇഷ്ടപ്പെട്ടു. മാനിൻ്റെ കരടിയാ. രാഹുലിന് വേണോ ഈ ജാക്കറ്റ്? ജാക്കറ്റല്ല, സ്വെറ്റ് ഷർട്ട്. അത് മാനിൻ്റെ. ചുമ്മാ ചോദിച്ചു നോക്കാം എത്ര രൂപയാണെന്നല്ലേ. 18,000 ടെങ്കെ. അപ്പം നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എത്രയാ? 3000. All are 18,000. Those four. 18,000. Вот эти вот 20,000. 20. Но отдам 18, отдам. ഓ, പുള്ളിക്കാരി 20,000 ഡിസ്കൗണ്ട് ഇട്ട് 18,000 പറയുന്നത്. 18,000 ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. 18,000 ടെങ്കയാണ്. INR കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 3 സംതിങ് വരും. 3000. ഹായ്. ഒരു ഗ്ലൗസ് ട്രൈ ചെയ്തതാണ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സാധാരണ ഗ്ലൗസ് നമ്മൾ കയ്യിലിടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗ്രിപ്പ് വരത്തില്ല. പക്ഷേ ഇതിട്ടിട്ട് നല്ല ഓരോ വിരലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഗ്രിപ്പും ഉണ്ടായിരുന്നു. സ്ലീക്കായിട്ടിരിക്കും. മറ്റേത് ഗ്ലൗസ് ഇട്ടിട്ടിങ്ങനെ വീർത്തിരിക്കും കൈയൊക്കെ. ഇതങ്ങനെയല്ല, നല്ല സ്ലീക്കായിട്ട് നമ്മളെ വിരൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് 4,000 ടെങ്കെ, അതായത് നമ്മളുടെ ഓൾമോസ്റ്റ് 1000 രൂപ അടുപ്പിച്ച് വരും. ഞങ്ങൾ വിചാരിച്ചു ഗ്രീൻ ബസാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ബസാർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്ത് റേറ്റ് കുറവിന് വാങ്ങാമെന്ന്. പക്ഷേ ഇവിടെ ഓൾറെഡി നല്ല റേറ്റാണ്. ആ റേറ്റിൽ നിന്ന് നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്ത് താഴോട്ട് വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്കൊന്നും അത് കിട്ടത്തില്ല. നല്ല റേറ്റ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ. ഓ, ബാഗ്സ് ആളില്ലാന്ന് തോന്നുന്നു. വാവ്, ടോയ്സ്. ചേടാ, എൻ്റെ പോലത്തെ ജാക്കറ്റ്. എൻ്റെ പോലത്തെ അല്ല, അതുപോലെ. ഷോപ്പ് ചെയ്യാൻ വന്ന 2 പേരുതേ 3 പേരുതേ അവിടെ തളർന്നിരിക്കുക. സ്റ്റൈലിഷായിട്ട് നടക്കാനാണെങ്കിൽ ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ. ഇതേ ഈ ജാക്കറ്റൊക്കെ നോക്ക്. വാ, നമുക്ക് ആ രണ്ടാമത് കിടക്കുന്ന ബ്ലാക്ക് ജാക്കറ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് അവർ പറഞ്ഞത് 45,000 ടെങ്കെ. 45,000 ടെങ്കെ എന്ന് പറയുമ്പോൾ ഇല്ല, 45,000 ടെങ്കെ എന്ന് പറയുമ്പോൾ എത്ര വരും? താങ്ക് യു.
9,000 വരും. അമ്മേ 9,000. ഇത് അണ്ടർ ഗാർമെൻസിൻ്റെ സെക്ഷനാണ്, ലേഡീസിൻ്റെ. ഫുള്ള് ജാക്കറ്റിൻ്റെ സെക്ഷനാണ്. കൂടുതലും ജാക്കറ്റും ഇതുമാണ് ഇവിടെ കൂടുതലും വരുന്നത്. ജ്വല്ലറിയുടെ ഷോപ്പ്. ജാക്കറ്റ്സ് ഒത്തിരി വെറൈറ്റി ഉണ്ട്. നമുക്കെല്ലാം ഇഷ്ടപ്പെടും ജാക്കറ്റ്സ്. അങ്ങനത്തെ ജാക്കറ്റ്സാണ്. പക്ഷെ വില കേൾക്കുമ്പോൾ ഇഷ്ടമൊക്കെ പോവും. ഗണപതി ഭഗവാൻ. ഓ, ജസ്റ്റ് ഡിസ്പ്ലേ പോലെ വെച്ചേക്കുന്ന. നൈസ്. നല്ല കോണിൻ്റെ മണം വരുന്നു. എവിടെയോ ഫുഡിൻ്റെ സ്റ്റോളുണ്ട്. ഇതൊക്കെ ജ്വല്ലറീസാണ്. റിങ്സ്, ബാങ്കിൾ, അങ്ങനെയൊക്കെ പേഴ്സ്. നോക്കട്ടെ. ചൈനീസ് ഡോളും കസാക്കി ഡോൾസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. പോകുന്നതിന് മുന്നേ ഒരു ഫ്രിഷ് മാഗ്നറ്റ് വാങ്ങണം. എനിക്കൊന്ന് ഷോപ്പിൻ്റെ ഉള്ളിലല്ല, ഇവിടെ നിന്ന് പുറത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ കാശ് കുറവായിരുന്നു. 500 ടെങ്ക എങ്ങാണ്ടാണ് പറഞ്ഞത്. ഉള്ളിലോട്ടൊക്കെ വന്നപ്പോൾ 1000 ടെങ്ക, 1500 ടെങ്ക അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഞാൻ നടന്ന് കുറച്ച് അധികം നടന്നിങ്ങ് വന്നു. അവരെവിടെയോ റെസ്റ്റ് എടുക്കുവാണ്. കണ്ടുപിടിക്കാം. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ആക്ച്വലി ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുലിനോട്, ഞാൻ 3 ടൈപ്പ് ജാക്കറ്റ് മേടിക്കുമെന്ന്. ഒന്ന് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലത്തെ ജാക്കറ്റ്, പിന്നെ ഒന്ന് ഒരു ബ്ലാക്കിൻ്റെ ഒരു ജാക്കറ്റ്. അതും പഫർ ജാക്കറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത് വാങ്ങാൻ. പക്ഷെ കുറച്ച് നല്ല ഇച്ചിരി ലെങ്ത്തുള്ള, നമ്മുടെ മുട്ടിനും താഴെ നിൽക്കുന്ന ടൈപ്പ് ഒരു ജാക്കറ്റ്. പിന്നെ നമ്മളുടെ ഒരു ബ്രൗൺ കളർ ഒരു ജാക്കറ്റ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ വില കേൾക്കുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നത്തില്ല. ദേ ഈ ഒട്ടകമാണെന്ന് തോന്നുന്നല്ലേ ഇരിക്കുന്ന ഈ കുഞ്ഞതിന് 2500 ടെങ്കയാണ് അവർ പറയുന്നത്. How much for this fridge magnet? 1000. ഉള്ളിലെത്തുമ്പോൾ അത്രയും റേറ്റൊക്കെ പറയുന്നുണ്ട്. 1000 ടെങ്കയാണ് അവർ പറയുന്നത്. ദേ കസാക്കി ടൈപ്പ് ഒരു ഡ്രസ്സ്, കുട്ടികളുടെ ട്രഡീഷണൽ ഡ്രസ്സായിരിക്കും, അറിയില്ല. ഓ, ബീനി ക്യാപ്സൊക്കെ ഉള്ള ഒരു ഷോപ്പ്. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നവരെ കിട്ടി. അപ്പം നമ്മളിത് ഗ്രീൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഗ്രീൻ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങാമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത് ഷോപ്പിംഗ്. ശരിക്കും ആദ്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയതിന് പകരം മോളിൽ പോയതിന് വരെ ഇവിടെ വരാനായിരുന്നത്. ഗ്രീൻ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ നിന്ന് ജാക്കറ്റ്, ഷൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങാനും വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. കാരണം ജാക്കറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. അവർ പറയുന്നത് തന്നെ 45,000 ടെങ്ക് എന്നൊക്കെ അങ്ങ് കണ്ണു അടച്ചങ്ങ് പറയുക. എത്ര ബാർഗെയിൻ ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ നമ്മൾ എത്തില്ല, ഒരിക്കലും എത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ജാക്കറ്റ് പറഞ്ഞ പോലെ 2000-ന് താഴെ, 1500-നോ 2000-നും ഇടയ്ക്ക് ഒരു റേറ്റേ ഉള്ളൂ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ. പക്ഷേ ഇതിനൊക്കെയാണ് ഇവരിവിടെ 40,000, അതായത് 45,000 ടെങ്കയൊക്കെ പറയുന്നത്. എന്താ ചെയ്യാൻ? വെള്ളം വേണം. ബാ, ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഇത് ടാക്സി ബുക്ക് ചെയ്തിട്ട് റൂമിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് വന്നിട്ടില്ല ഗ്രീൻ മാർക്കറ്റ്.